പോസ്റ്റർ പതിച്ച സംഭവത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ടി.എൻ. പ്രതാപൻ. പോസ്റ്റർ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതെന്നും പോസ്റ്റർ വ്യക്തിവിരോധം തീർക്കുന്നതിനും രാഷ്ട്രീയമായി ആക്രമിക്കാനുമാണെന്ന പരാതി. ഇന്നലെയാണ് തൃശൂർ പ്രസ് ക്ലബിന് ചുവരിലും പുങ്ങുന്നം മുരളി മന്ദിരത്തിന്റെ മതിലിലും സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചത്. കെ കരുണാകരന്റെ കുടുംബത്തെ ചതിച്ച യൂദാസാണ് പ്രതാപനെന്നും മാപ്പില്ലെന്നും പോസ്റ്ററുകളിലുണ്ട്. തൃശൂരിലെ കോൺഗ്രസിനെ തകർക്കുന്ന കാലനാണ് പ്രതാപനെന്ന് കടുത്ത ഭാഷയിലുള്ള വിമർശനവും പോസ്റ്ററുകളിലുണ്ട്. ലീഡറുടെ കുടുംബത്തിനോട് പ്രതാപന് എന്താണ് ഇത്ര പകയെന്നും പത്മജ വേണുഗോപാലിനെ തോൽപ്പിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും പോസ്റ്ററിൽ കുറ്റപ്പെടുത്തിയിരുന്നു. തൃശൂർ പ്രസ് ക്ലബിന്റെ ചുവരിൽ പോസ്റ്റർ പതിക്കാൻ എത്തിയവരുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്നലെ രാത്രി 12 മണിയോടെ മുഖത്ത് മാസ്ക് വെച്ച് 2 പേർ പോസ്റ്റർ ഒട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് തൃശൂർ പ്രസ് ക്ലബിന്റെ ചുവരിലും പുങ്ങുന്നം മുരളി മന്ദിരത്തിന്റെ മതിലിലും ഈ ഒരു ടി.എൻ. പ്രതാപനെതിരെ പോസ്റ്ററുകൾ വ്യാപകമായി കണ്ടെത്തിയത്. പോസ്റ്റർ പതിപ്പിച്ച സംഭവത്തിൽ ഇപ്പോൾ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ടി.എൻ. പ്രതാപൻ പരാതി നൽകിയിരിക്കുകയാണ്. പോസ്റ്റർ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതാണെന്നും പോസ്റ്റർ വ്യക്തിവിരോധം തീർക്കുന്നതിനും രാഷ്ട്രീയമായി ആക്രമിക്കുന്നതിനുമാണെന്നാണ് ഈ ഒരു പരാതിയിൽ പ്രധാനമായും ഉയർത്തുന്ന ആരോപണം എന്ന് പറയുന്നത്. ഇന്നലെയാണ് ഈ ഒരു ഇത്തരത്തിൽ പോസ്റ്ററുകളെല്ലാം പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുള്ളത്. കെ കരുണാകരന്റെ കുടുംബത്തെ ചതിച്ച് യൂദാസാണ് പ്രതാപനെന്നും മാപ്പില്ലെന്നുമാണ് ഈ ഒരു പോസ്റ്ററിലെ പ്രധാനമായ വാചകം എന്ന് പറയുന്നത്. തൃശൂരിലെ കോൺഗ്രസിനെ തകർക്കുന്ന കാലനാണ് പ്രതാപൻ എന്ന കടുത്ത ഭാഷയിലുള്ള വിമർശനവും പോസ്റ്ററുകളുണ്ട്. ലീഡറുടെ കുടുംബത്തിനോട് പ്രതാപൻ എന്തിനാണ് ഇത്ര പകയെന്നും പത്മജ വേണുഗോപാലിനെ തോൽപ്പിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും പോസ്റ്ററിൽ കുറ്റപ്പെടുത്തിയിരുന്നു. തൃശൂർ പ്രസ് ക്ലബിന്റെ ചുവരിൽ പോസ്റ്റർ പതിക്കാൻ എത്തിയവരുടെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. രാത്രി 12 മണിയോടെ മുഖത്ത് മാസ്ക് വെച്ച് 2 പേർ പോസ്റ്റർ ഒട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. ഏതായാലും സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.